ധനം ച ധർമ്മൈകഫലം യതോ വൈ ജ്ഞാനം സവിജ്ഞാനമനുപ്രശാന്തി ഗൃഹേഷു യുഞ്ജന്തി കളേവരസ്യ മൃത്യും ന പശ്യന്തി ദുരന്തവീര്യം. നിങ്ങളെല്ലാവരും നിങ്ങളുടെ കുട്ടികളൊക്കെ നല്ലപോലെ പഠിച്ച് നന്നായി പാസ്സായി MBAയോ അതിലും മീതെയുള്ള സ്റ്റഡികൾ പഠിപ്പുകൾ എന്തെങ്കിലും വിദേശത്തോ സ്വദേശത്തോ ഒക്കെ നടത്തി നന്നായി ജോലി നോക്കി പണം സമ്പാദിച്ച് കേമന്മാരാവണം, വീട് കെട്ടണം എന്നൊക്കെയാണല്ലോ നിങ്ങളുടെ വിചാരം. അതിനുവേണ്ടി നിങ്ങൾ സ്വയം സമ്പാദിച്ച് എന്തെല്ലാം ചെലവ് ചെയ്യണമോ അതൊക്കെ ചെലവ് ചെയ്ത് അതൊക്കെ നിർവഹിക്കാറുണ്ട്. പക്ഷേ ധനത്തിൻ്റെ ഉദ്ദേശം എന്താണ് എന്നൊരു ചോദ്യം വരുന്നുണ്ട്. നമ്മളെല്ലാവരും കുടുംബത്തിൽ ജനിച്ചു, കുടുംബസ്നേഹമുണ്ടായി, കുടുംബാംഗങ്ങളെ നോക്കണമെന്ന് വിചാരിച്ചു. ഇതിലൊന്നും തെറ്റൊന്നുമില്ല. ഇത് മാത്രമാണോ ഉദ്ദേശം, ഇതാണോ ഉദ്ദേശം എന്ന് ആലോചിക്കാതെ നിവൃത്തിയില്ല. മനുഷ്യബുദ്ധിയാണ്. നമ്മൾ മൃഗങ്ങളല്ല, ആനയും റിനോസറസ് കണ്ടാമൃഗമൊന്നുമല്ല. മനുഷ്യന് ബുദ്ധിയുണ്ട്. ആ ബുദ്ധി എന്തിനെക്കുറിച്ചും കൂലങ്കഷമായി ചിന്തിച്ചു നോക്കി മനസ്സിലാക്കി അപഗ്രഥനം ചെയ്ത് ഗുണദോഷപൂർവകം മനസ്സിലാക്കാൻ വേണ്ടി അതിനനുസരിച്ച് ജീവിക്കാനാണ്. അപ്പോൾ ഈ പണം പണം എന്ന് പറഞ്ഞ് പണത്തിന് വേണ്ടി നമ്മൾ ഓടി നടക്കുന്നുണ്ടല്ലോ, ഇതിൻ്റെ ഉദ്ദേശം എന്താപ്പാ? എന്തിനാണ് ഈ പണം? പണം ചെലവ് ചെയ്യാനാണ്. എന്ത് കാര്യത്തിനാണ് ചെലവ് ചെയ്യേണ്ടത്? സാധാരണ നമ്മുടെ വിചാരം നമ്മുടെ ശരീരത്തിന് ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം, ഇതാണ് പ്രാഥമിക ആവശ്യങ്ങൾ. അത് കഴിഞ്ഞാൽ പിന്നെ മനസ്സിനാവശ്യം ശാന്തിയും സന്തോഷവും സമാധാനവുമാണ്. ബുദ്ധിക്ക് ആവശ്യം വേണ്ടത്ര വിവേകപൂർവമുള്ള ജ്ഞാനമാണ് ആവശ്യം. അപ്പോൾ ഈ ധനം എന്ത് കാര്യത്തിന് നിർവഹിക്കാനാ? ധർമ്മൈകഫലം യതോ വൈ. ധർമ്മം എന്ന് പറഞ്ഞത് സമ്പാദിക്കാൻ മാത്രമാണ് ധനത്തിൻ്റെ ഉദ്ദേശം. ആ ധർമ്മത്തിൽപ്പെട്ടതാണ് കുടുംബഭരണം, അതിൽപ്പെട്ടതാണ് വിവാഹം കഴിക്കൽ, അതിൽപ്പെട്ടതാണ് സ്വന്തമായിട്ടൊരു ഗൃഹമുണ്ടാകുന്നത്. അതൊക്കെ ധർമ്മത്തിന് വിധേയമായിട്ടാവണം. അങ്ങനെ ധർമ്മൈകഫലം യതോ വൈ, ധർമ്മം സമ്പാദിക്കുന്നത് മാത്രമാണ് ധനത്തിൻ്റെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ആ ധർമ്മസമ്പാദനം എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനാ ഈ ധർമ്മം? ജ്ഞാനം സവിജ്ഞാനമനുപ്രശാന്തി. അറിവ് സമ്പാദിക്കണം. അറിവില്ലാത്ത മനുഷ്യജന്മം മൃഗങ്ങളെക്കാൾ കശയായി തീരും. നിങ്ങൾക്ക് എല്ലാവർക്കും കുട്ടികളുണ്ടാകുമ്പോൾ നിങ്ങളുടെ വിചാരം എന്താ? മൂഢന്മാരായ കുട്ടികൾ വേണ്ട, വലിയ സങ്കട. എല്ലാവരും പഠിക്കണം, നന്നാവണം, മനസ്സിലാക്കണം, അറിവ് വേണമെന്നാണ്. അപ്പോൾ ആ അറിവ് എന്തിനു വേണ്ടിയിട്ടാണ്? വിജ്ഞാനമനുപ്രശാന്തി. അറിവ് രണ്ട് തരത്തിലാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നോക്കിക്കാണുന്ന പ്രപഞ്ചവസ്തുക്കളും ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് ഒരറിവാണ്. എന്താ ഞാൻ പറഞ്ഞേ? ഈ കണ്ണുകൊണ്ട് കണ്ട്, ചെവി കൊണ്ട് കേട്ട്, മൂക്ക് കൊണ്ട് മണത്ത് നോക്കി, നാവ് കൊണ്ട് രുചിച്ച് നോക്കി, ത്വക്ക് കൊണ്ട് സ്പർശിച്ച് നോക്കി, എന്തെല്ലാം ഇവിടെ ഉണ്ടോ അതിനെക്കുറിച്ചുള്ള അറിവ് ഒരളവ് വരെ ആവശ്യമാണ്. പക്ഷേ അറിവ് അതിനാൽ അവസാനിച്ചുവോ? നമ്മുടെ ഈ ലോകത്തെ മുഴുവനും നോക്കിക്കാണുന്നത് ആരാ? നമ്മളാണ്. നമ്മുടെ കണ്ണാണോ നോക്കിക്കാണുന്നത്? അല്ല. ഞാൻ പലപ്പോഴും പറയുന്നതാണ്, നമ്മുടെ ശരീരം നാം കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പരിണത ഫലമാണ്. നാം കഴിക്കുന്ന ഭക്ഷണം കൊണ്ട് ഉണ്ടാക്കിയത് മാത്രമാണ് നമ്മുടെ ശരീരം. ആ ശരീരത്തിൽ എന്തൊക്കെയുണ്ട്? ഇന്ദ്രിയങ്ങളുണ്ട്, 10 ഇന്ദ്രിയങ്ങൾ. ഈ 10 ഇന്ദ്രിയങ്ങൾക്ക് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഊർജം നൽകാൻ വേണ്ടി ഒരു ശരീരഘടനയും നമുക്കുണ്ട്. ഭക്ഷണം കഴിക്കുക, ദഹിക്കുക, അത് രക്തമായി തീരുക, അത് എല്ലാ ദിക്കിലേക്കും പോവുക, ജീവവായുവും എല്ലാ സ്ഥലത്തിലും എത്തി. അങ്ങനെ ഈ 10 ഇന്ദ്രിയങ്ങളും കാര്യക്ഷമമായിട്ടിരിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ഭക്ഷണം കഴിക്കുന്നതൊക്കെ. എന്നാൽ ഈ ഇന്ദ്രിയങ്ങൾ നോക്കിക്കാണുന്ന ലോകമേ എവിടെയുള്ളൂ? ഇന്ദ്രിയങ്ങളും ശരീരവും ഒക്കെ ജഡമല്ലേ, ദ്രവ്യമല്ലേ. ഒരു ദ്രവ്യത്തിനും അനുഭവമോ അറിവോ ഉണ്ടാക്കാൻ സാധിക്കില്ല. അപ്പം നമ്മുടെ ശരീരത്തിനും ഇന്ദ്രിയങ്ങൾക്കും ഒരനുഭവം ഒരറിവും ഉണ്ടാക്കാനും പറ്റില്ല, ദ്രവ്യമയമാണ് എന്ന കാരണത്താൽ. അപ്പം പിന്നെ ഈ അനുഭവം ഉണ്ടാവണതൊക്കെ എവിടെയാണ്? അറിവും നമ്മുടെ ഉള്ളിൽ. ഈ ദ്രവ്യത്തിനും ഊർജത്തിനും അതീതമായിട്ടുള്ള ഒരു പ്ലെയിനുണ്ട്,
ഒരു തലമുണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ. അവിടെയാണ് നമ്മൾ മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്നൊക്കെ പറയുന്നത്. അവിടെയാണ് ഈ അനുഭവവും അറിവും ഒക്കെ ഉണ്ടാവുന്നത്. കണ്ണ് വിചാരിച്ചാൽ കാണാനൊന്നും പറ്റില്ല, ചെവി വിചാരിച്ചാൽ കേൾക്കാനും പറ്റില്ല. ആ ചെവിയെയും കണ്ണിനെയും വിനിയോഗിക്കണം മനസ്സ്. അപ്പം മനസ്സിൽ നിന്ന്, ഉള്ളിൽ നിന്നാണ് തുടങ്ങുന്നത്. ദ്രവ്യാതീതമായിരിക്കുന്ന ആ തലത്തിൽ നിന്നാണ് തുടക്കം. അവിടെയാണ് സർവ്വ അനുഭവങ്ങളും പ്രതിച്ഛായകളും എല്ലാം വന്നു വീഴുന്നത്. അപ്പം അങ്ങനെ ഒരു മേഖലയുണ്ടെങ്കിൽ ഈ കാഴ്ചയും അനുഭവമൊക്കെ എവിടെയാ? ശരീരത്തിൻ്റെ ഉള്ളിൽ ദ്രവ്യാതീതമായിരിക്കുന്ന ഒരു തലത്തിലാണ്. അപ്പോൾ ശരീരം വളരെ പരിമിതമാണ്, എന്നാൽ ലോകമോ അപരിമിതമാണ്. അപ്പം അപരിമിതമായ ലോകത്തിൻ്റെ ദർശനവും അനുഭവവും നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുണ്ടാവണമെന്ന് പറയുമ്പോൾ ശരീരാന്തർഭാഗം ശരീരത്തെപ്പോലെ പരിമിതമോ അതോ അതിനേക്കാൾ എത്രയോ 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 ഇരട്ടി വലിപ്പമുള്ളതോ? അനന്തമോ? അനന്തം. അങ്ങനെ ഒരു അനന്ത മേഖല ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ എങ്ങനെ ഉണ്ടായി? എന്താണ് ആ മേഖല? നമുക്കറിയുന്നത് ദ്രവ്യവും ഊർജവും മാത്രമാണ്. അവിടുന്ന് അങ്ങോട്ടുള്ള കാര്യത്തിനെ പറ്റി അറിയില്ല. പക്ഷേ ഈ ബ്രഹ്മാണ്ടത്തിന് മുഴുവൻ നമ്മൾ കാണുന്നത് ഉള്ളിലാണെന്ന് വരുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ വിസ്താരവും ആഴവും ഉയരവും ഒക്കെ എത്രയുണ്ടാവണം? അപ്പം അതിനെക്കുറിച്ചുള്ള അറിവാണ് ഈ വിജ്ഞാനം എന്ന് പറയുന്നത്. കുട്ടികളെ പഠിപ്പിച്ചോളൂ, പഠിച്ചോട്ടെ, ജോലി കിട്ടിക്കോട്ടെ, പണവും സമ്പാദിച്ചോട്ടെ, അതൊക്കെ നടന്നോളൂ. പക്ഷേ അതുകൊണ്ട് മനുഷ്യജീവിതം ഉദ്ദേശിക്കുന്നതായ വിജ്ഞാനം നമുക്ക് കിട്ടില്ല. ജ്ഞാനം സ വിജ്ഞാനം അനുപ്രശാന്തി. നമ്മൾ സമ്പാദിക്കുന്ന അറിവ് കൊണ്ടും അനുഭവജ്ഞാനം കൊണ്ടും നമുക്ക് എന്താ വേണ്ടത്? ശാന്തിയും തൃപ്തിയും സമാധാനവും സാഫല്യവും ഒക്കെ നമുക്ക് വേണം. അത് ഉണ്ടാക്കി തരണമെങ്കിൽ വിജ്ഞാനം ആവശ്യമാണ്. പണത്തിൻ്റെ ഒരേ ഒരു ഉദ്ദേശം മനുഷ്യന് അറിവും വിജ്ഞാനവും നേടി മനുഷ്യ മനസ്സിനെ ശാന്തിയിലും സമാധാനത്തിലും സംതൃപ്തിയിലും സന്തോഷത്തിലും സാഫല്യത്തിലും കൊണ്ടെത്തിക്കണം. അതാണ് ആവശ്യം. നിങ്ങൾ വേറെ എന്തൊക്കെ വേണമെങ്കിൽ പഠിച്ചോളൂ, അത് പണം സമ്പാദിക്കാൻ സഹായിക്കും. പക്ഷേ പണം സമ്പാദിക്കുന്നത് വരെ സമ്പാദിക്കണമെന്ന് പറയും. സമ്പാദിച്ചാലോ എങ്ങനെ ചെലവ് ചെയ്യണം എന്നുള്ളതിലായിരിക്കും പിന്നെ ശ്രദ്ധ. അത് നിങ്ങളെല്ലാവരും നിങ്ങളുടെ കുട്ടികളെയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഗൃഹേഷു യുഞ്ചന്തി കളേവരസ്യ. ഈ സമ്പാദിച്ച പണം മുഴുവനും വീട്ടിലും വീട്ടംഗങ്ങൾക്ക് മാത്രം വേണ്ടി ചെലവ് ചെയ്യുന്നുണ്ടല്ലോ. ആ ചെലവ് ചെയ്യുന്നവർ മൃത്യും ന പശ്യന്തി ദുരന്തവീര്യം. യമധർമ്മരാജാവ് എപ്പോൾ വേണമെങ്കിൽ വന്ന് നമ്മുടെ പ്രാണൻ കൊണ്ടുപോവാം. അതിന് വിധേയരാണ് എല്ലാവരും എന്നുള്ള സത്യം അവർ കാണുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഈ കാര്യം? ധനത്തിൻ്റെ ഉദ്ദേശം അറിവും വിജ്ഞാനവും സമ്പാദിച്ച് എത്രയും വേഗം മനസ്സിന് സമാധാനവും ശാന്തിയും സംതൃപ്തിയും സാഫല്യവും നേടണം. അത് നേടണമെങ്കിൽ വീട്ടുജീവിതം കൊണ്ട് മാത്രം നടക്കില്ല.